ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസൽ. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 147 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 18.5 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ്. ഈ മത്സരത്തിലെ വിജയത്തോടു കൂടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിദൂരമാണെങ്കിലും പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയിരിക്കുകയാണ്. ഏതായാലും ഇനി 5 മത്സരങ്ങളാണ് IPL ബാക്കിയുള്ളത്. അതിനുശേഷം വരാൻ പോകുന്നത് പ്ലേ ഓഫ് മത്സരങ്ങളാണ്. ഈ 5 മത്സരങ്ങൾ അവശേഷിക്കുമ്പോഴും അവസാനത്തെ സ്പോട്ടിലേക്കുള്ള ഏത് ടീമാണ് എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ സംഭവം എന്ന് പറയുന്നത്. 3 ടീമുകൾ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. 2 ടീമുകൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 5 ടീമുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള 5 ടീമുകളിൽ നിന്ന് ഏത് ടീമാണ്, ഒരേ ഒരു ടീമിന് മാത്രമാണ് സാധ്യതയുള്ളത്. അതിൽ ഏറ്റവും സാധ്യതയുള്ളത് രാജസ്ഥാൻ റോയൽസിനാണ്. അവർ ഞായറാഴ്ച ഉച്ചയ്ക്ക് വാങ്കഡേ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടുന്നു. ആ മത്സരത്തിൽ വിജയിച്ചാൽ മറ്റുള്ള എല്ലാ ടീമുകളുടെയും സാധ്യത മങ്ങും അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ആ ഒരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയാണെങ്കിൽ വീണ്ടും എല്ലാ സാധ്യതകളും തുറക്കപ്പെടുമെന്നുള്ളതാണ്. വളരെ രസകരമായ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് IPL കടക്കുകയാണ്. ഈ മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. നോർമലി നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പരിചയമുള്ള ഒരു പിച്ചായിരുന്നില്ല ഈഡൻ ഗാർഡൻസിലേത്. നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ്. 200, 220 അല്ലെങ്കിൽ 240 ഒക്കെ വരുന്ന ഒരു ഗ്രൗണ്ടാണ് ഈഡൻ ഗാർഡൻസിലേതെന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ ഒരു പിച്ച് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. നല്ലപോലെ പിടിച്ചു വരുന്ന അല്ലെങ്കിൽ നല്ലപോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പിച്ചാണ് ഇന്നത്തെ മത്സരത്തിന് വേണ്ടി അവിടുത്തെ ക്യൂരേറ്റർ ഒരുക്കിയിരുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ആവശ്യവും അങ്ങനെയുള്ള ഒരു പിച്ച് തന്നെയായിരുന്നു. കാരണം മുംബൈ ഇന്ത്യൻസിനെ പോലെ സ്പിന്ന് വലിയതായിട്ട് ഇല്ലാത്ത ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ, എസ്പെഷ്യലി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സ്പിന്നർമാർ എന്ന് പറയുന്നത് ലോകോത്തര സ്പിന്നർമാരാണ്. അപ്പോൾ തങ്ങളുടെ ശക്തിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ശക്തിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ച് ഒരുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. അത് കൃത്യമായിട്ട് ഒരുക്കാനും മുംബൈ ഇന്ത്യൻസിനെ തളച്ചിടാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇനീഷ്യൽ ഘട്ടത്തിൽ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ക്യാച്ചുകൾ എടുക്കാനായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് എല്ലാ ടീമുകളും ഈസി ആയിട്ടുള്ള കുറേ ക്യാച്ചുകൾ വിട്ടുകളയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് ഇനീഷ്യൽ ഘട്ടത്തിൽ തന്നെ 2 മികച്ച ക്യാച്ചുകളിലൂടെ മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും മികച്ച 2 താരങ്ങളെ പുറത്താക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. റിയാൻ റിക്കൽട്ടനെയും രോഹിത് ശർമ്മയും. റിയാൻ റിക്കൽട്ടന്റെ ഒരു ക്യാച്ച് മനീഷ് പാണ്ഡെ എടുത്തത് ഒരു എക്സലന്റ് ആയിട്ടുള്ള ക്യാച്ച് ആയിരുന്നു. അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാച്ച് കാമറോൺ ഗ്രീൻ എടുത്തതും അത് ബാക്ക്വേർഡ് റണ്ണിങ് ക്യാച്ചാണ്. പുറകിലേക്ക് ഓടിയെടുക്കുന്ന ക്യാച്ചുകൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്യാച്ചുകളാണ് ക്രിക്കറ്റിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് നല്ല രീതിയിൽ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് കാമറോൺ ഗ്രീനിന് സാധിക്കുന്നുണ്ടായിരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ നിരയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബാറ്റിംഗ് ഓർഡറിലേക്ക് വരുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നത്, ഞങ്ങളൊക്കെ പണ്ട് നാട്ടിൻ പുറത്ത് നമ്മുടെ നാട്ടിൽ ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ആ ഒരു ടീം ബാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമിൽ ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ബാറ്ററിനെ ആദ്യമൊന്നും ഇറക്കില്ല, കുറച്ച് പുറകിലേക്കാണ് ബാറ്റിങ്ങിൽ വെക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് മോശമുള്ള ബാറ്റർമാരേക്ക് വിടും, അവരോട് പോയിട്ട് അടിച്ച് കളിച്ചോളാൻ പറയും. കാരണം ഈ ഒരു ബാറ്റർ, പ്രധാനപ്പെട്ട ഒരു ബാറ്റർ പുറകിലുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള 1-2 ബാറ്റർമാർ പുറകിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മുമ്പിൽ വരുന്ന ബാറ്റർമാർക്ക് ധൈര്യത്തോടെ ബാറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ അന്ന് ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലൊക്കെ നമ്മളൊക്കെ കണ്ടിരുന്നത്. അത് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 ഡൗൺ പൊസിഷനിൽ വീണ്ടും നമൻതീറിനെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമൻതീർ ഒരു മിഡിൽ ഓർഡർ ബാറ്ററാണ്. അദ്ദേഹം ഒരു സ്വിംഗിങ് ഡെലിവറികൾക്കെതിരെ അല്ലെങ്കിൽ കുറച്ചൊന്ന് പിടിച്ചു വരുന്ന വിക്കറ്റിൽ കളിക്കാൻ പറ്റുന്ന ഒരു താരമല്ല. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു ബാറ്റിംഗ് പ്രകടനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ ഔട്ടായ ഒരു ബോളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാല് 1 ഇഞ്ച് പോലും അനങ്ങിയിട്ടില്ല. ഒരു തരത്തിലുള്ള ഫുട് വർക്കും ഇല്ലാത്ത ഒരു പ്ലെയറാണ്. എസ്പെഷ്യലി T20 ക്രിക്കറ്റിൽ അത്രയൊന്നും ഫുട് വർക്കിന്റെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പിച്ചിൽ കളിക്കുമ്പോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചൊന്ന് ബൗളർമാർക്ക് ഹെൽപ്പ് ലഭിക്കുന്ന അണ്ണീവൺ ആയിട്ട് ബൗൺസ് ലഭിക്കുന്ന പിച്ചിൽ കളിക്കുമ്പോൾ ആ ഒരു കാലിന്റെ മൂവ്മെന്റ് ഒക്കെ ആവശ്യമാണ്. ഫുട് വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ആ ഔട്ടായ ബോൾ നോക്കിക്കഴിഞ്ഞാൽ 1 ഇഞ്ച് പോലും അദ്ദേഹത്തിന്റെ കാൽ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കുറ്റം പറയാൻ സാധിക്കില്ല. മുംബൈ ഇന്ത്യൻസ് പോലെ ഇതുപോലെ ഒരു വലിയ ടീമിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിനോട് മുമ്പിൽ ബാറ്റ് ചെയ്യാൻ പറയുമ്പോൾ 1 ഡൗൺ പൊസിഷനിലും 2 ഡൗൺ പൊസിഷനിലും ഒക്കെ ബാറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു യങ്സ്റ്റർ ആണ്, കിട്ടുന്ന ചാൻസ് മുതലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പാവം ആ ഒരു പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വരുന്നത്. നമ്മൾ ഈ ടൂർണമെന്റിന്റെ തുടക്കം തൊട്ട് പറയുന്നതാണ് ആ ഒരു 1 ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യേണ്ടത് തിലക് വർമ്മയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന്റെ ആ ഒരു തിങ്ക് ടാങ്കിന് കഴിഞ്ഞിട്ടില്ല. അത് ക്യാപ്റ്റൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോച്ച് ആയിക്കോട്ടെ, ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ്. നമ്മളെപ്പോഴും ഒരു ടീമിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ആ ടീം ഒരു ടൂർണമെന്റിൽ ജയിക്കുന്നത് പറയുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ആ
ഒരു ഓപ്ഷൻ ടേബിളാണ്. ആ ഓപ്ഷൻ ടേബിളിൽ നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടീമിനെ എടുക്കുന്നതെന്നാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് മുംബൈ ഇന്ത്യൻസ് ഈ വർഷമല്ല എല്ലാ വർഷങ്ങളിലും മികച്ച രീതിയിൽ ചെയ്യാറുണ്ട്. ഇതിനേക്കാളും നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മാനേജ്മെന്റിന് ഇനി സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും എക്സലന്റ് ആയിട്ടുള്ള ടോപ്പ് ക്ലാസ് ക്രിക്കറ്റേഴ്സിനെ എല്ലാവരെയും അവരുടെ ടീമിൽ നിലനിർത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു മെഗാ ഓപ്ഷൻ വന്ന സമയത്ത് പോലും ഈ രോഹിത് ശർമ്മയെയും ജസ്പ്രീത് ബുംറയെയും ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവിനെയൊക്കെ ഈ 16 കോടിക്ക് നിലനിർത്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ ആര് ഓപ്ഷനിൽ പോയാലും ആ ഒരു സമയത്ത് 25 കോടി അല്ലെങ്കിൽ 30 കോടിയൊക്കെ ലഭിക്കുന്ന താരങ്ങളാണ്. അവരെ 16 കോടിക്കും 16.5 കോടിക്കും ഒക്കെ നിലനിർത്താൻ സാധിച്ചു എന്ന് പറയുന്നത് അവരുടെ മാനേജ്മെന്റിന്റെ ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് മിനി ഓപ്ഷനിലേക്ക് വന്നപ്പോൾ അവിടെയും എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ചുകൊണ്ട് നല്ല ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. അങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടൂർണമെന്റിൽ ഒരു 25-30% വിജയിച്ചു എന്നുള്ളതാണ് അർത്ഥം എന്ന് പറയുന്നത്. പിന്നീട് വേണ്ടത് നല്ല പ്രാക്ടീസ് ഫെസിലിറ്റികളും നല്ല കോച്ചുമാരും ഒക്കെയാണ്. അതും മുംബൈ ഇന്ത്യൻസിന്റെ മാനേജ്മെന്റ് സാധിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കോച്ചുമാരെ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നല്ല പ്രാക്ടീസ് ഫെസിലിറ്റീസ് മുംബൈ ഇന്ത്യൻസ് കൊടുക്കുന്നത് പോലെയുള്ള പ്രാക്ടീസ് ഫെസിലിറ്റീസ് ഒരു ടീമിനും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ കളിച്ചിട്ടുള്ള താരങ്ങൾ പറയുന്നത്. മുമ്പ് ദിനേശ് കാർത്തിക്കിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് ആ ഒരു ഇനീഷ്യൽ ഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിൽ കളിച്ചതിന് ശേഷം അവിടെ നിന്ന് മറ്റൊരു ടീമിലേക്ക് മാറി എന്നുള്ളതാണെന്ന്. കാരണം അവർ നൽകുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസ് ഫെസിലിറ്റീസ് അതൊരു ടൂർണമെന്റ് IPL പോലെയുള്ള ഒരു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ മാത്രമല്ല, അല്ലാതെയുള്ള ഓഫ് സീസണുകളിൽ പോലും അവരോട് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വേണ്ടിയുള്ള ബോളർമാർ തയ്യാറെടുത്ത് നിൽക്കുന്നത്, അതിനുവേണ്ടിയുള്ള ബോളുകൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു ബോളിന്റെ വില എന്ന് പറയുന്നത് 15,000 രൂപയൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള 10 ബോളുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം ഫെസിലിറ്റീസ് കൊടുത്ത് പ്രാക്ടീസ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുമ്പോൾ അതൊരു നല്ല ഒരു പെർസെൻറ്റേജ് വരുന്നുണ്ട്, ഒരു 50% അപ്പോഴേക്കും എത്തുന്നുണ്ട് ഓപ്ഷനും ഇതെല്ലാം കഴിയുമ്പോഴേക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടീമിന്റെ പെർഫോമൻസ് ആണെന്ന് പറയാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ടീം കളിക്കുമ്പോൾ ആ ടീമിൽ ആരെയൊക്കെ കളിപ്പിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ബാറ്ററിനെ ഏതൊക്കെ പൊസിഷനിൽ ബാറ്റ് ചെയ്യിപ്പിക്കണം, ഏതൊക്കെ ബോളറിനെ കളിപ്പിക്കണം, ആ ബോളറിനെ എപ്പോ ഒക്കെ ബോൾ ചെയ്യിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. പക്ഷേ മുംബൈ ഇന്ത്യൻസിൽ ഈ സീസണിൽ നമ്മൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിയോ പ്ലാനിങ്ങോ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് തിലക് വർമ്മയെ കുറച്ച് മുന്നിലേക്ക് ബാറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അത് ഒട്ടും തന്നെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. നമൻദീർ ആണ് ആ ഒരു പൊസിഷനിൽ വരുന്നത്. അതിനുശേഷം ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ള സൂര്യകുമാർ യാദവിനെ ആ ഒരു നമ്പർ 4 പൊസിഷനിൽ വിടും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തിലക് വർമ്മയെ വിടുന്നത്. എത്രത്തോളം റണ്ണടിച്ചാലും നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചാലും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് താഴേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലാണ് അവരുടെ ഒരു മാനേജ്മെന്റ് പെരുമാറുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വേറൊന്നും തന്നെ പറയാനില്ല. ഏതായാലും ആ ഒരു പവർ പ്ലേ ഘട്ടത്തിൽ തന്നെ മത്സരം കൈവിട്ട പോലെയായിരുന്നു. കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ ബോൾ നിന്ന് വരാൻ കൂടെ തുടങ്ങിയപ്പോൾ മുംബൈ ഇന്ത്യൻസിന് യാതൊരു ലക്കും ലഗാനും ഇല്ലാതെയാണ് അവർ ബാറ്റ് ചെയ്തത്. 46 റൺസിന് 4 വിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലായിരുന്നു പവർ പ്ലേ അവസാനിക്കുമ്പോൾ. അവിടെ നിന്ന് കരകയറുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ മിഡിൽ ഫേസിൽ ബോൾ ചെയ്യാൻ വരുന്നത് വരുൺ ചക്രവർത്തിയും സുനിൽ നരേനുമാണ്. ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ അവരെ കളിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി സുനിൽ നരേൻ എറിയുന്ന ബോളുകൾ എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള പിച്ചുകളിൽ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ പോലും അദ്ദേഹം മികച്ച രീതിയിൽ ബൗൾ ചെയ്യുന്ന ഒരു ബോളറാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് മനോഹരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. വരുൺ ചക്രവർത്തിക്ക് ഒരു ഇഞ്ചുറി ഉണ്ട്, അദ്ദേഹം ആ ഇഞ്ചുറി വെച്ചാണ് കളിക്കുന്നത്. എന്നിട്ടും മികച്ച ഒരു ബൗളിംഗ് പെർഫോമൻസുകൾ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിനും സാധിക്കുന്നുണ്ട്. സുനിൽ നരേന്റെ ഒരു ബൗളിംഗ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇന്ന് 4 ഓവറിൽ, അതായത് 24 ബോൾ എറിഞ്ഞതിൽ 16 ബോളിലും അദ്ദേഹം റൺസ് കൊടുത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 ഓവറിൽ 13 റൺസിനാണ് ഒരു വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി 4 ഓവറിൽ 28 റൺസാണ് വഴങ്ങിയത്. ഈ മത്സരത്തിൽ കുറച്ചൊന്നും മോശമായി പോയി എന്ന് പറയുന്നത് കാർത്തിക് ത്യാഗിയാണ്. പക്ഷേ കാർത്തിക് ത്യാഗിയും ആദ്യത്തെ 3 ഓവറിൽ 18 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. അദ്ദേഹത്തിന് 2 വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചു. അവസാനത്തെ ഓവറിലാണ് കോർബിൻ ബോഷ് അദ്ദേഹത്തിന് 19 റൺസ് അടിച്ചത്. ആ കോർബിൻ ബോഷിന്റെ ആ ഒരു ഫൈനൽ ഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം 19 റൺസ് ആ ലാസ്റ്റ് ഓവറിൽ നേടാൻ സാധിച്ചത് കൊണ്ടാണ് അവർക്ക് നമ്മൾ ഈ പറയുന്ന ഒരു 147 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്താനായിട്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത് കോർബിൻ ബോഷിന്റെ ഒരു പ്രകടനമാണ്. തിലക് വർമ്മ 32 ബോളുകളിൽ നിന്നാണ് 20 റൺസ് നേടിയത്. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. കാരണം ആ ഒരു മിഡിൽ ഫേസിൽ സുനിൽ നരേനും
വരുൺ ചക്രവർത്തിയും ഒക്കെ എറിയുന്ന സമയത്ത് ഒട്ടും തന്നെ ഈസി അല്ല ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഹാർദിക് പാണ്ഡ്യ 27 ബോളുകളിൽ നിന്നാണ് 26 റൺസ് നേടിയത്. വിൽ ജാക്സ് 18 ബോളുകളിൽ നിന്ന് 32. അതാണ് ഒരു മെച്ചപ്പെട്ട ഇന്നിങ്സ് നമ്മൾ പറയുന്നത്. ഈ മത്സരത്തിൽ സൗരവ് ദുബെ എന്ന് പറയുന്ന അവരുടെ ലെഫ്റ്റ് ആം മീഡിയം പേസറും അദ്ദേഹവും നല്ല രീതിയിലുള്ള ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. 4 ഓവറിൽ 34 റൺസ് നേടി അദ്ദേഹത്തിന് 2 വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിനും സാധിക്കുന്നുണ്ടായിരുന്നു. ക്യാമറോൺ ഗ്രീൻ ആണ് ഇനീഷ്യൽ ഘട്ടത്തിൽ മുംബൈ നിരയിൽ അപകടം വിതച്ചത്. ആദ്യം തന്നെ 2 വിക്കറ്റുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. അദ്ദേഹം ഇനീഷ്യൽ ഘട്ടത്തിൽ ഒന്നും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ ഒരു ഫേസിലേക്ക് വന്നപ്പോൾ മികച്ച ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. 3 ഓവറിൽ 23 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് നേടാനായിട്ട് ക്യാമറോൺ ഗ്രീനിന് സാധിച്ചു എന്നുള്ളതാണ് മുംബൈയെ പിന്നോട്ടടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. മറുപടി ഒരു ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ 147 എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ട്രിക്കി ആയിട്ടുള്ള പിച്ചിൽ അത്ര ഈസി ഒന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുംബൈയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്പിന്നേഴ്സാണ്. ക്വാളിറ്റി ഉള്ള സ്പിന്നേഴ്സ് ടീമിലില്ല എന്നുള്ളത് അവരെ കുഴപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ രഘു ശർമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ അള്ളാ ഗസൻഫാർ ആയിക്കോട്ടെ, എല്ലാവരും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നർമാരാണ്. അപ്പോൾ ആ സ്പിന്നർമാരെ വെച്ച് ഇത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ ഒരു ഫോം എന്ന് പറയുന്നത്, ജസ്പ്രീത് ബുംറ നല്ല രീതിയിൽ എറിയുന്നുണ്ട്, അദ്ദേഹം റൺസ് വഴങ്ങുന്നില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് മനീഷ് പാണ്ഡ്യയുടെ വിക്കറ്റ് എടുത്ത ശേഷം അദ്ദേഹത്തിന്റെ ഒരു സെലിബ്രേഷൻ മികച്ചതായിരുന്നു. കാരണം അദ്ദേഹം നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സെലിബ്രേഷൻ മനീഷ് പാണ്ഡ്യയുടെ വിക്കറ്റ് എടുത്തത് കൊണ്ടല്ല, സെലിബ്രേഷൻ വിക്കറ്റ് കിട്ടാതെ ഇരുന്നിട്ട് ഒരു വിക്കറ്റ് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമായിട്ടാണ് നമുക്കത് തോന്നിയത്. കാരണം ജസ്പ്രീത് ബുംറ വിക്കറ്റ് എടുക്കാതെ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതെല്ലാം മുംബൈ ഇന്ത്യൻസിന്റെ ടോട്ടൽ സ്ട്രഗിളിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇനീഷ്യൽ ഘട്ടത്തിൽ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം, ആ ഒരു പവർ പ്ലേയിൽ 52 റൺസിന് 2 വിക്കറ്റ്, 51 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അത് അവസാന ഘട്ടത്തിലാണ്, ഒരു പവർ പ്ലേയുടെ അവസാന ഘട്ടത്തിലാണ് ഒരു വിക്കറ്റ് അവർക്ക് നഷ്ടമായത്. അതൊരു നല്ല പ്രകടനമായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് 2 വിക്കറ്റുകൾ പോകും. കുറച്ചൊന്ന് ബാക്കിലേക്ക് ആയപ്പോൾ അവിടെ റോമാൻ പവലിന്റെയും മനീഷ് പാണ്ഡ്യയുടെയും ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു. റോമാൻ പവൽ കൊടുത്ത ക്യാച്ചൊക്കെ, ഈസി ആയിട്ടുള്ള ക്യാച്ചൊക്കെ ദീപക് ചഹർ വിട്ട് കളയുന്നുണ്ടായിരുന്നു. ദീപക് ചഹർ ഓടി വന്നിട്ട് അവിടെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. അത് ഒരു പരിഭ്രാന്തി പോലെയാണ് ഗ്രൗണ്ടിൽ നമുക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ കാണുമ്പോൾ. മറുഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ മനീഷ് പാണ്ഡ്യയുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാറ്ററാണ് മനീഷ് പാണ്ഡ്യ. ഇപ്പോൾ അദ്ദേഹത്തിന് 36 വയസ്സായിരിക്കുന്നു, ഇനി അധികം ക്രിക്കറ്റ് ഒന്നും കളിക്കാനില്ല. പക്ഷേ IPL ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരനാണ് മനീഷ് പാണ്ഡ്യ. 2009 അദ്ദേഹം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഡെക്കാൻ ചാർജേഴ്സിനെതിരെയാണ് അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലാണ് 2009 ആ ഒരു ടൂർണമെന്റ് നടന്നത് നമുക്കറിയാം. അവിടെ ആദ്യമായിട്ട് സെഞ്ചുറി നേടുന്ന ഒരു താരമായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ടീമിൽ പലപ്പോഴും സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും, അണ്ടർ-19 ഇന്ത്യൻ താരമായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെ വേണ്ട വിധത്തിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ മനീഷ് പാണ്ഡ്യ ഒരു നല്ല ഫിനിഷർ ആയിരുന്നു, നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു താരമായിരുന്നു, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫീൽഡർ ആയിരുന്നു, എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ലപോലെ അദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ടില്ല. ഇന്നത്തെ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 33 ബോളുകളിൽ നിന്ന് 45 റൺസാണ് അദ്ദേഹം നേടിയത്. ആ ഒരു പാർട്ട്ണർഷിപ്പ് റോമാൻ പവലുമായിട്ട്, പവലിന്റെ ക്യാച്ചുകളൊക്കെ പോയെങ്കിലും അദ്ദേഹം 30 ബോളുകളിൽ നിന്ന് ഒരു 40 റൺസ് നേടി. അവിടെയും കോർബിൻ ബോഷ് വന്ന് നല്ല ഒരു ക്യാച്ചാണ് എടുത്തത്. ഈ മത്സരത്തിൽ കോർബിൻ ബോഷിന്റെ ബൗളിംഗ് പ്രകടനവും മികച്ചതായിരുന്നു. ഇനീഷ്യൽ ഘട്ടത്തിലൊക്കെ നല്ലപോലെ എറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് കൊണ്ട് അത് തന്നെ ക്രോസ് സീം പിടിച്ച് എറിയുന്ന ഒരു ബോളറാണ് അദ്ദേഹം കൂടുതലായിട്ട്. അപ്പൊ അങ്ങനെ എറിയുന്ന സമയത്ത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതായത് ബൗൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ന് അജിങ്ക്യ രഹാനെയുടെയൊക്കെ വിക്കറ്റ് ലഭിച്ചതും. ഈ ഒരു മത്സരത്തിൽ 3 വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചു. നല്ലൊരു ബാറ്റിംഗ് പ്രകടനം, നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ക്യാച്ച് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷം ഒരു 3 വിക്കറ്റ് പ്രകടനവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു. 3 ഓവറിൽ 30 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 26 റൺസാണ് വഴങ്ങിയത്, 1 വിക്കറ്റ് നേടാനാണ് അദ്ദേഹത്തിന് സാധിച്ചത്. ദീപക് ചഹറിന്റെ ആ ഒരു ഇനീഷ്യൽ ഘട്ടത്തിലെ ബോളിംഗ് പ്രകടനവും മികച്ചതായിരുന്നു. ബോൾ ബാറ്റിലേക്ക് ഒട്ടും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. അത് ആദ്യത്തെ ഇന്നിംഗ്സിലും രണ്ടാമത്തെ ഇന്നിംഗ്സിലും. ഇന്ന് ഫിന്നല്ലൻ ഔട്ടായ ബോൾ അങ്ങനെയുള്ളൊരു ബോളായിരുന്നു. അത് കുറച്ചൊന്ന് നിന്ന് വന്നതുപോലെയായിരുന്നു, ഒന്ന് പിടിച്ചു വന്നതുപോലെയായിരുന്നു. അങ്ങനെയുള്ള പിച്ചിൽ കളിക്കുന്ന സമയത്ത് ബാക്ക് ഫുട്ട് പോയിട്ട് നമ്മൾ ഈ ഡ്രൈവ് കളിക്കുന്ന സമയത്ത് ഇൻസൈഡ് എഡ്ജ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ഇന്ന് ഫിന്നല്ലൻ ആദ്യം തന്നെ പുറത്തായത്. ഫിന്നല്ലൻ ഉണ്ടെങ്കിൽ പലപ്പോഴും പെട്ടെന്ന് ഇങ്ങനെയുള്ള പിച്ചുകളിലാണെങ്കിൽ പോലും പെട്ടെന്ന് സ്കോർ ഉയർത്താനും മത്സരം ജയിപ്പിക്കാനും കഴിയുന്ന ഒരു താരമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇന്ന് അദ്ദേഹം പെട്ടെന്ന് പുറത്തായതാണ് അവരെ കുറച്ചൊന്ന് ബാക്ക് ഫുട്ടിലേക്ക് തള്ളാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ ആ ഒരു പെർഫോമൻസിന്റെ ഒരു ഫേസ് വൈസ് നോക്കുമ്പോൾ പവർ പ്ലേയിൽ ഞാൻ പറഞ്ഞു മുംബൈ 46 റൺസിന് 4 ആയിരുന്നെങ്കിൽ അവിടെ KKR 51 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. അവിടെ തന്നെ കുറച്ചൊന്ന് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട്, വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കാനെങ്കിലും KKRന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നീടുള്ള 9 ഓവറുകളിലാണ്
മുംബൈ ഇന്ത്യൻസിന് പതറിപ്പോകാനുള്ള ഒരു കാരണം. അവിടെ 48 റൺസിന് 1 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു മുംബൈ ഇന്ത്യൻസ്. കാരണം സുനിൽ നാരായണൊക്കെ എറിഞ്ഞിരുന്ന ഒരു സമയമാണ്. ബർവാത്തേക്ക് വരുമ്പോൾ 67 റൺസ് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കൊൽക്കട്ടയ്ക്ക് സാധിച്ചു. അവിടെ മനീഷ് പാണ്ഡെയും റോഹ്മാൻ പവലും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് അവരെ മുന്നോട്ട് നയിച്ചത് എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ആ ലാസ്റ്റ് ഓവറിൽ നേടിയ 19 റൺസ് ഉള്ളത് കൊണ്ടാണ് 53-3 എന്ന നിലയിലേക്ക് എത്താൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചത്. പക്ഷേ വളരെ ഈസി ആയിട്ട് ആ ഒരു റണ്ണ് ചേസ് ചെയ്യാനായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സാധിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ മത്സരത്തിലെ വിജയത്തോടു കൂടി കൊൽക്കത്ത വീണ്ടും തങ്ങളുടെ ഒരു പ്ലേ ഓഫിലേക്കുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്ന ഒരു പെർഫോമൻസ് ആണ്. കാരണം ടൂർണമെന്റിന്റെ ഒരു ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ, അതായത് പകുതി മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ എല്ലാ മത്സരങ്ങളിലും തോറ്റ് പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ നിന്നിരുന്ന ഒരു ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അവിടെ നിന്നാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസിലൂടെ ഒരു കംബാക്ക് നടത്താനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നത്. ക്രിക്കറ്റാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ആർക്കും ക്വാളിഫൈ ചെയ്യാം, എന്ത് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.